The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഹരി ഓം, നമസ്തേ. അപ്പം നമ്മൾ ഹനുമാനോടൊപ്പമുള്ളൊരു ദീർഘമായ യാത്ര അവസാനിപ്പിച്ചു അല്ലേ? ഹനുമാൻ്റെ കൂടെ നമ്മൾ ലങ്കയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് ഹനുമാനെ ലങ്കയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വന്നു അല്ലേ? അപ്പോൾ ഹനുമാൻ പോയി. ഇനി ഹനുമാൻ്റെ ചാപ്റ്റർ നമുക്ക് വേറെ എപ്പോഴെങ്കിലും പഠിക്കാം. ഇനി നമ്മൾ 9th സ്റ്റാൻഡേർഡിലെത്തുമ്പോൾ വീണ്ടും ഹനുമാനെക്കുറിച്ച് തന്നെ പഠിക്കും വേറൊരു പാഠത്തിൽ. ഹനുമാൻ ലങ്കയിലെത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? ഇപ്പം നമ്മൾ ലങ്കയിലേക്ക് പോകുന്നത് വരെ ഉള്ള കാര്യങ്ങൾ കണ്ടു. ഇനി ഹനുമാൻ ലങ്കയിലെത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് നമുക്ക് 9ാം ക്ലാസ് വരെ കാത്തിരിക്കണം കേട്ടോ. അതുവരെ കാത്തിരിക്കാൻ പറ്റാത്തവർക്ക് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണമോ മാലിയുടെ രാമായണമോ അങ്ങനെ ധാരാളം രാമായണ ഗ്രന്ഥങ്ങളുണ്ട്, രാമായണ കഥകളുണ്ട്. ആ രാമായണങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പാഠം നമ്മൾ ഇപ്പോൾ ബാക്കിലേക്ക് വെച്ചു. ഇനി നമ്മളിന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലങ്കയിലേക്കാണ് യാത്ര പോയതെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെയുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട സ്ഥലം, പ്രത്യേകിച്ച് സംസ്കൃത വിദ്യാർത്ഥികളായിരിക്കുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലം. സംസ്കൃതം പഠിക്കുന്ന, സംസ്കൃതത്തെ സ്നേഹിക്കുന്നവരല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ സംസ്കൃതം പഠിക്കുന്നത്. ആ സംസ്കൃതത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ഇന്ത്യയിലെ ഈ സ്ഥലം. അതേതാ സ്ഥലം? ആ സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഏതാണ് ആ സ്ഥലം? പാഠത്തിൻ്റെ ഹെഡിങ്ങിൽ തന്നെ അതിൻ്റെ സൂചനയുണ്ട്. എന്താണ് പാഠത്തിൻ്റെ ശീർഷകം? ചതുർത്ഥഃ പാഠഃ ആദർശഭൂതഃ സംസ്കൃത ഗ്രാമഃ. ആദർശഭൂതമായിരിക്കുന്ന സംസ്കൃത ഗ്രാമം, സംസ്കൃത ഗ്രാമത്തിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. എന്താണ് സംസ്കൃത ഗ്രാമം? ഇതിപ്പോൾ എന്താ സംസ്കൃത ഗ്രാമം? മലയാള ജില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇംഗ്ലീഷ് സംസ്ഥാനം, ഇംഗ്ലീഷ് സ്റ്റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും മലയാള ജില്ല, തമിഴ് ഗ്രാമം കേട്ടിരുന്നോ? ഇല്ല അല്ലേ? പക്ഷേ ഒരു സംസ്കൃത ഗ്രാമമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു സംസ്കൃത ഗ്രാമമുണ്ട്. ഒരു ഗ്രാമത്തിലെ, ഒരു പ്രദേശത്തിലെ മുഴുവൻ പേരും സംസ്കൃതത്തിൽ പരസ്പരം സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് സംസ്കൃത ഗ്രാമം. ആ ഗ്രാമം എവിടെയാണെന്നും അതറിഞ്ഞ് മനസ്സിലാക്കി അവിടുത്തെ സ്ഥലവും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മൾ അവിടേക്കൊരു യാത്ര പോകാനിരിക്കുകയാണ്. ആ സംസ്കൃത ഗ്രാമത്തിന് എന്താണ് വിശേഷണം നൽകിയിട്ടുള്ളത്? ആദർശഭൂതഃ സംസ്കൃത ഗ്രാമഃ. ആദർശഭൂതഃ മാതൃകയാക്കാൻ കഴിയുന്ന സംസ്കൃത ഗ്രാമം. എന്തിനാണ് ഈ സംസ്കൃത ഗ്രാമത്തെ നമ്മൾ മാതൃകയാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളും സംസ്കൃതം സംസാരിക്കാൻ പഠിച്ച് സംസ്കൃതത്തിൽ വ്യവഹരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നതിനായിട്ടാണ് ഈ സംസ്കൃത ഗ്രാമത്തെ നമ്മൾ മാതൃകയാക്കേണ്ടത്. നമ്മളുടെ നാട്ടിൻ പുറത്ത് സംസ്കൃതത്തെ പ്രചരിപ്പിച്ച് സംസ്കൃതത്തിൽ സംസാരിക്കുന്ന കുറച്ച് പേരെങ്കിലും സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ഈ ഭാഷയോട് നമ്മൾ തിരിച്ചു ചെയ്യുന്ന മര്യാദ. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഈ ഭാഷ എത്രയോ കാലം മുമ്പ് ഉണ്ടായതാണ് അല്ലേ? സംസ്കൃത ഭാഷ ഏത് കാലത്തുണ്ടായതാ? കുറേ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാ. കുറേ 1000 വർഷങ്ങൾക്ക് മുമ്പ്. 1000 വർഷമല്ല, 2000 വർഷമല്ല, 3000 വർഷമല്ല, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഭാഷ. അതിലുള്ള എല്ലാ ജ്ഞാന കാര്യങ്ങളെയും ഒക്കെ ശേഖരിച്ച് സംസ്കരിച്ച് നമ്മളുടെ കയ്യിലേക്ക് ഈ തലമുറയിൽ പോലും വേണ്ട വിധം നമുക്ക് കൈമാറി തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഭാഷ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? അപ്പം തിരിച്ച് നമുക്ക് ഈ ഭാഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നമ്മൾ നന്ദി കെട്ടവന്മാരായി പോവില്ലേ? നമ്മൾ നന്ദിയുള്ളവരല്ലേ? നന്ദിയുള്ളവരെങ്ങനെയാ? നമുക്ക് ആരെങ്കിലും ഒന്ന് ചെയ്ത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു തന്നാൽ ആ പ്രവൃത്തി നമ്മൾ തിരിച്ച് ചെയ്യും. തിരിച്ച് ആ പ്രവൃത്തി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലോ നമ്മൾ നന്ദിയില്ലാത്തവനെ എന്ന് നമ്മളെ നോക്കി വിളിക്കും. അപ്പം സംസ്കൃത ഭാഷ നമുക്ക് ഇത്രയൊക്കെ ചെയ്തു തന്നിട്ട് സംസ്കൃത ഭാഷയ്ക്ക് നമ്മൾ തിരിച്ചൊന്നും കൊടുത്തില്ലെങ്കിലോ? നന്ദിയില്ലാത്തവനെ എന്ന് സംസ്കൃത ഭാഷ നമ്മളെ വിളിക്കും. ഞാൻ വിളിച്ചതല്ല കേട്ടോ, സംസ്കൃത ഭാഷ വിളിക്കും. അങ്ങനെ വിളിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സംസ്കൃത ഗ്രാമത്തെ മാതൃകയാക്കി സ്വീകരിച്ചുകൊണ്ട്
നമുക്ക് സംസ്കൃതം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാം. അതിന് ഈ പാഠം നമുക്ക് ഉപകരിക്കും. മുമ്പൊക്കെ റേഡിയോയിൽ ന്യൂസ് വരുമായിരുന്നു കേട്ടോ. രാവിലെ 6:55 സംസ്കൃത വാർത്ത വരും. എങ്ങനെയാണ് വരിക? ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചകഃ ബലദേവാനന്ദ സാഗരഃ. നിങ്ങൾ സംസ്കൃതം പഠിക്കണമെന്ന് ഒരു 45-50 വയസ്സിന് മുകളിലുള്ള ആരോട് പറഞ്ഞാലും അവർ ആദ്യം പറയും സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചകഃ ബലദേവാനന്ദ സാഗരഃ എന്ന്. എന്താ അതിൻ്റെ അർത്ഥം അറിയോ? സംപ്രതി ഇപ്പോൾ നമുക്ക് വാർത്തകൾ കേൾക്കാം. വാർത്തകൾ കേട്ടാലും പ്രവാചകഃ വാർത്തകൾ വായിക്കുന്നത് ബലദേവാനന്ദ സാഗർ ആണ് എന്നാണ്. സംസ്കൃത വാർത്ത ആകാശവാണിയിൽ നീണ്ട കാലം വായിച്ചിരുന്നത് ശ്രീ ബലദേവാനന്ദ സാഗർജിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുവരാട്ടോ. സംസ്കൃതത്തിൽ അത്രയും മനോഹരമായി സംസാരിക്കുന്ന, ഇംഗ്ലീഷിൽ സംസാരിക്കും, ഹിന്ദിയിൽ സംസാരിക്കും, എല്ലാ ഭാഷയിലും സംസാരിക്കും. വലിയ പാവമാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തെ ഒരിക്കൽ കൊണ്ടുവരാട്ടോ. ആ ബലദേവാനന്ദ സാഗർജിയുടെ വാർത്ത നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ പാഠത്തിൻ്റെ ആമുഖം തുടങ്ങുന്നത്. ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. ഇത് ആകാശവാണിയാണ്. സംപ്രതി ഇപ്പോൾ വാർത്തകൾ കേട്ടാലും. ശ്രൂയന്താം പ്രവാചകഃ ബലദേവാനന്ദ സാഗരഃ. വാർത്തകൾ വായിക്കുന്നത് ബലദേവാനന്ദ സാഗർ. അവിടെ പേര് നൽകിയിട്ടില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ആ പേര് തന്നെയായിരിക്കും. സംസ്കൃത ശബ്ദ ശ്രവണ മാത്രേണ ഏതാനി വാക്യാനി സാമാന്യ ജനാനാം മനസ്സി സ്ഫുരന്തി. ഞാനിപ്പോൾ പറഞ്ഞുവല്ലോ, സംസ്കൃതം പഠിക്കുന്നു എന്ന് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ പൊതുവെ എല്ലാവരും പറയുന്നത് എന്താ? ഈ ഡയലോഗായിരിക്കും. പ്രവാചകഃ ബലദേവാനന്ദ സാഗരഃ എന്നുള്ള ഡയലോഗ്. സംസ്കൃത ശബ്ദ ശ്രവണ മാത്രേണ സംസ്കൃതം ഇതി ശബ്ദസ്യ, സംസ്കൃതം എന്ന പദത്തിൻ്റെ ശ്രവണ മാത്രേണ, അത് കേൾക്കുമ്പോൾ തന്നെ ഏതാനി വാക്യാനി, പൂർവോക്താനി വാക്യാനി, മുമ്പ് പറഞ്ഞതാകുന്ന ആ വാക്യങ്ങളാണ് സാമാന്യ ജനാനാം മനസ്സി സ്ഫുരന്തി, സാമാന്യരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ സ്ഫുരിക്കുന്നത് ഈ വാക്കുകൾ തന്നെ ആയിരിക്കും. സമാജേ സംസ്കൃത ഭാഷ കഠിന മൃത ഇത്യേവമാദയഃ വിരുദ്ധ പ്രചാരാः പ്രചലിതാः ദൃശ്യന്തെ. സമാജേ, ഈ സമൂഹത്തിൽ സംസ്കൃത ഭാഷ കഠിനയാണ് എന്നും സംസ്കൃത ഭാഷ മൃതഭാഷയാണ് എന്നും, മൃതഭാഷ എന്ന് വെച്ചാൽ മരിച്ചുപോയൊരു ഭാഷയാണെന്നും, വിരുദ്ധ പ്രചാരാഹ പ്രചലിതാഹ ദൃശ്യന്തെ, ഇങ്ങനെയുള്ള വിരുദ്ധ പ്രചാരങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ പ്രചരിതാഹ, അത് വളരെയേറെ സഞ്ചരിക്കുന്നതായിട്ട് ദൃശ്യന്തെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ആലോചിച്ചേ, സംസ്കൃത ഭാഷ കഠിനമായ ഭാഷയാണോ? സംസ്കൃത ഭാഷ പുരാതനമായൊരു ഭാഷയാണ് അല്ലേ? നമ്മൾ ഉണ്ടാവുന്നതിനും എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പുണ്ടായൊരു ഭാഷ ആയതുകൊണ്ട് തന്നെ അതിനെ ആ കാലഘട്ടത്തിൻ്റെ പെരുമയോടുകൂടി മനസ്സിലാക്കുന്നതിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പോൾ സംസ്കൃത ഭാഷ അത്ര കഠിനമായ ഭാഷ എന്നൊന്നും പറയാനില്ല. സംസ്കൃത ഭാഷ മൃതഭാഷയാണത്രേ. സംസ്കൃത ഭാഷ മരിച്ചുപോയി ഇത്രേ. നമ്മളുള്ളപ്പോൾ നമ്മൾ സംസ്കൃത ഭാഷ മരിക്കാൻ സമ്മതിക്കുമോ? നമ്മൾ സംസ്കൃത ഭാഷ പഠിക്കുന്നില്ലേ? സംസ്കൃത ഭാഷ ഈ ലോകത്ത് ഒരു കുട്ടിയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ആ കാലം വരെയും സംസ്കൃത ഭാഷ മരിക്കില്ല. ഇനി ഈ 10,000 കൊല്ലം മരിച്ചിട്ടില്ല, പിന്നെയാണ് ഇപ്പോൾ മരിച്ചു എന്ന് പറയുന്നത്. കുറേ മണ്ടന്മാർ ഇതുകൊണ്ട് ഇറങ്ങിയിരിക്കുകയെന്നേ സംസ്കൃതത്തെ കൊല്ലാൻ വേണ്ടിയിട്ടേ. ഒരാൾ മരിച്ചിട്ടേ ഇല്ല കേട്ടാ. ആ മരിക്കാത്ത ആളെ പോയിട്ട് ഉറങ്ങണം അയാളെ പിടിച്ചിട്ട് അതെ അയാൾ മരിച്ചുട്ടാ എന്ന് പറഞ്ഞ ആൾക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടില്ലേ. അതുപോലെ ഒരു അവസ്ഥയാണ്. സംസ്കൃതം ഒരല്പം ഉറക്കത്തിലാണ്. കുറേ പേര് ഉപയോഗിക്കാതെ വന്നപ്പോൾ സംസ്കൃതം ഒന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങുക. ആ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന സംസ്കൃതത്തിന് എന്തിനാ കൊല്ലണേ? ആ സംസ്കൃതം അവിടെ കിടന്നുറങ്ങിക്കോട്ടെ. നമുക്ക് വിളിച്ചുണർത്തിയിട്ട് വീണ്ടും കൊണ്ടുപോകുന്ന യാത്ര, വീണ്ടും ഉയരങ്ങളിലേക്ക് സംസ്കൃതത്തെ കൊണ്ടുപോകാനല്ലേ നമ്മളിരിക്കുന്നേ. അപ്പോൾ സംസ്കൃതം അതിൻ്റെ പെരുമയിലേക്ക് തിരിച്ചു വരും. തിരിച്ചു വരാനൊന്നുമില്ല, അത് അവിടെ തന്നെ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ തിരിച്ചു വരുന്നൊരു ഘട്ടം കൂടെയാണ് കേട്ടോ. കുറേ പേര് സംസ്കൃതം പഠിക്കുന്നത് നിങ്ങളെ പോലെയുള്ള നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ. അപ്പോൾ സംസ്കൃത ഭാഷ മരിച്ച ഭാഷയാണെന്നും അത് കഠിനമായ ഭാഷയാണെന്നും ഒക്കെയുള്ള ദുഷ്പ്രചരണങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട്. അതെന്തെങ്കിലും കേട്ടാൽ അവർക്ക് തക്കതായ മറുപടി ആര് കൊടുക്കും? നമ്മൾ കൊടുക്കും. എന്ത് പറയണം? സംസ്കൃത ഭാഷ മരിച്ചു എന്നോ, എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ട് സംസ്കൃത ഭാഷ എന്ന് ആർജവത്തോടു കൂടി, ധൈര്യത്തോടു കൂടി മറുപടി വരണം. പറയില്ല ആനന്ദേ? പറയില്ല ആദർശേ? ശ്രീഹരി, കൗശിക്, അനശ്വര, എല്ലാവരും പറഞ്ഞോളണം. ഓക്കെ. ഏഷാം ആക്ഷേപാണാം നിവാരണേന ഏവ സംസ്കൃത ഭാഷായാ പ്രഗതി സഞ്ജായേത. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളുണ്ടല്ലോ, സംസ്കൃത ഭാഷ മരിച്ചുപോയി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ടല്ലോ, ഈ ആക്ഷേപങ്ങൾക്ക് തക്കതായ മറുപടി കൊടുത്താൽ മാത്രമേ സംസ്കൃത ഭാഷ വികസിക്കുകയുള്ളൂ അല്ലേ? ഒരാൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ചീത്ത ഒരു നുണ പറഞ്ഞുകൊണ്ടിരിക്കുക, കുറേ കാലം ഒരേ ആൾ നുണ പറഞ്ഞാൽ എന്താവും? കുറേ പേരത് വിശ്വസിക്കും.
അപ്പോൾ ആ വിശ്വസിക്കാതിരിക്കുന്നതിനായിട്ട് ആ പറയുന്നത് നുണയാണ് എന്നുള്ളതിന് കൃത്യമായൊരു മറുപടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സംസ്കൃത ഭാഷ വരും കാലത്ത് വികസിച്ചു വരികയുള്ളൂ. സംസ്കൃത ഭാഷായ പ്രഗതി പ്രകർഷേണ ഗതി, വേഗത്തോടു കൂടിയുള്ള വളർച്ച, വികാസം ഉണ്ടാവുകയുള്ളൂ. തദർത്ഥം കൃതം കഞ്ചന പരിശ്രമം അധികൃത്യ പഠാമഹ. അങ്ങനെ സംസ്കൃത ഭാഷയെ വികസിപ്പിക്കുന്നതിനായിട്ട് തദർത്ഥം അതിനുവേണ്ടി കൃതം കഞ്ചന പരിശ്രമം, ചെയ്തതാകുന്ന ഒരു പരിശ്രമത്തെക്കുറിച്ച് അധികൃത്യ പഠാമഹ, പഠിക്കാം. ഡോക്ടർ മുത്തലപുരം മോഹനദാസ് മഹോദയസ്യ യാത്രാവിവരണം അവലംബ്യ സങ്കലിതോയം അംശഃ. ഡോക്ടർ മുത്തലപുരം മോഹൻദാസ്, കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സംസ്കൃത പ്രേമിയാകുന്ന ഒരു മികച്ച കവി കൂടെയായിട്ടുള്ള ഡോക്ടർ മുത്തലപുരം മോഹൻദാസിൻ്റെ യാത്രാവിവരണം അവലംബ്യ, അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് സങ്കലിതോയം അംശഃ. എന്താണ് യാത്രാവിവരണം നമുക്കറിയാം അല്ലേ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ യാത്ര പോയതിനു ശേഷം ആ യാത്രയിൽ നിന്ന് നമുക്ക് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് മനോഹരമായി രേഖപ്പെടുത്തുന്നതാണ് യാത്രാവിവരണങ്ങൾ അല്ലേ? മലയാളത്തിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ ട്രാവലോഗ് എന്ന് പറയും, മലയാളത്തിൽ യാത്രാവിവരണം എന്ന് തന്നെ പറയും. അങ്ങനെ ഡോക്ടർ മുത്തലപുരം മോഹൻദാസ് സംസ്കൃത ഗ്രാമത്തിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ളൊരു യാത്രാവിവരണമാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. തുംഗഭദ്രായാഹ ലാളനേന അനുഗൃഹീതഃ കശ്ചന ഗ്രാമഃ പ്രാചീന സംസ്കൃതിം സ്മാരയന്തഃ വേദമന്ത്രധ്വനയഃ സൂര്യോദയാത് പൂർവമേവ കാര്യരതാനി ഭവനാനി അനുശാസനപൂർവകം നിത്യാനുഷ്ഠാനാനി കുർവന്തഃ ബാലാഃ സ്വകർമ്മസു വ്യാപൃതാഃ കൃഷകാഃ ഗൃഹകാര്യനിരതാഃ മഹിളാഃ സ്വോദ്യോഗാർത്ഥം ഗച്ഛന്തഃ ഇതരേ ജനാഃ തുംഗഭദ്രായാഃ ലാളനേന അനുഗൃഹീതഃ കശ്ചന ഗ്രാമഃ. തുംഗഭദ്രാ നാമിക കാചിൻ നദീ അസ്തി. കർണാടകദേശേ പ്രവഹമാന കാചിൻ നദീ അസ്തി തുംഗഭദ്ര. തുംഗഭദ്ര എന്ന പേരിലൊരു നദിയുണ്ട്. എവിടെയാണ് ഈ നദി ഒഴുകുന്നത്? കർണാടക രാജ്യേ പ്രവഹതി. കർണാടക രാജ്യത്തിലൂടെ ഒഴുകുന്ന, കർണാടക സംസ്ഥാനത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് തുംഗഭദ്ര. തസ്യാഹ തുംഗഭദ്രായാഹ ലാളനേന, അതിൻ്റെ ലാളന. എന്താ ലാളന? ഒരമ്മ കുഞ്ഞിനെ മടിയിൽ കിടത്തി ലാളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, ഓമനിക്കുന്നത്. ആ തുംഗഭദ്രയുടെ ലാളനയിൽ അനുഗൃഹീത, ആ ലാളനം കൊണ്ട് അനുഗൃഹീത, അനുഗ്രഹിക്കപ്പെട്ട കശ്ചന ഗ്രാമഃ. കശ്ചന ഗ്രാമഃ അസ്തി. സഹ ഗ്രാമഃ തുംഗഭദ്രാ നദ്യഃ ലാളനേന അനുഗൃഹീതഃ അസ്തി. തുംഗഭദ്ര എന്ന് പറയുന്ന പുണ്യനദിയെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രാമമാണ് നമ്മൾ ഈ പറയുന്ന ഗ്രാമം. പ്രാചീന സംസ്കൃതിം സ്മാരയന്തഃ വേദമന്ത്രധ്വനയഃ. പ്രാചീന സംസ്കൃതി, സംസ്കൃതി ശബ്ദസ്യ കഃ അർത്ഥഃ? പുണ്യപുരാതന സംസ്കൃതിധാരാ പ്രവഹത്യനവരതം പഠിതമസ്തി. സംസ്കൃതി മലയാളെ സംസ്കാരഃ ഇത്യുച്യത്തെ. മലയാളത്തിൽ നമ്മൾ സംസ്കാരം എന്ന് പറയും, ട്രഡീഷൻ അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയും. ആ സംസ്കൃതിയെ, ഏത് സംസ്കൃതിയെ? പ്രാചീന സംസ്കൃതി. പ്രാചീനം ഇത്യസ്യ കഃ അർത്ഥഃ? പുരാതന സംസ്കൃതി. പുരാതന്യഃ തസ്യാഹ സംസ്കൃതേഃ സ്മാരയന്തഃ, താം സംസ്കൃതിം സ്മാരയന്തഃ, ആ സംസ്കൃതിയെ ഓർമ്മിപ്പിക്കുന്നതാകുന്ന, സ്മാരയന്തഃ ഓർമ്മിപ്പിക്കുന്നവരാകുന്ന വേദമന്ത്രധ്വനയഃ. ധ്വനി ശബ്ദസ്യ കഃ അർത്ഥഃ? ശബ്ദമിത്യർത്ഥഃ, രവ ഇത്യർത്ഥഃ. വേദമന്ത്രധ്വനയഃ, ആ പ്രാചീനകാല സംസ്കൃതികളെ, പ്രാചീന കാലത്തെ ട്രഡീഷനെ ഓർമ്മിപ്പിക്കുന്ന വേദമന്ത്രധ്വനികൾ ആ ഗ്രാമത്തിൽ എവിടെയും മുഴങ്ങി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. സൂര്യോദയാത് പൂർവമേവ കാര്യരതാനി ഭവനാനി. സൂര്യോദയാത് പൂർവം. സൂര്യോദയഃ കസ്മിൻ സമയെ ജായത്തെ? പ്രതിദിനം ഷഡ്വാദനെ ജായത്തെ ഇത് ചിന്ത്യതാം. ഷഡ്വാദനാത് പൂർവമേവ, സൂര്യോദയത്തിന് മുമ്പ് തന്നെ കാര്യരതാനി, കാര്യേ രതാനി, സ്വഗൃഹകർമ്മസു രതാനി, സ്വന്തം ഗൃഹകാര്യങ്ങളിൽ നിരതമായിരിക്കുന്ന, അതിൽ മുഴുകിയിരിക്കുന്ന ഭവനാനി. സൂര്യോദയത്തിൻ്റെ, ഇപ്പം നമ്മൾ സൂര്യോദയം കണ്ടിട്ട് കുറേ ആയില്ലേ? ഈ കൊറോണയൊക്കെ തുടങ്ങി ലോക്ക്ഡൗൺ ഒക്കെ വന്നതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് കണ്ടിട്ടേ ഇല്ല. രാവിലെ എണീക്കുമ്പോഴേക്കും സൂര്യൻ വർക്ക് തുടങ്ങിയിട്ട് പകുതിയോളം എത്തിയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ 9 മണിക്കല്ലേ എണീക്കാറുള്ളൂ. എന്നാൽ നമ്മുടെ സംസ്കൃത ഗ്രാമത്തിലെ മനുഷ്യന്മാരൊന്നും അങ്ങനെയല്ല. അവരെല്ലാവരും വളരെ കൃത്യനിഷ്ഠയുള്ളവരാണ്. അവർ സൂര്യോദയത്തിന് മുമ്പ് തന്നെ അവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരായി തുടങ്ങിയിട്ടുണ്ട്. അനുശാസനപൂർവകം നിത്യാനുഷ്ഠാനാനി കുർവന്തഃ ബാലാഹ. അനുശാസനപൂർവകം, അനുശാസനം അച്ചടക്കം,
അച്ചടക്കത്തോടു കൂടി നിത്യാനുഷ്ഠാനം, പ്രതിദിനം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ, പ്രതിദിനം അനുഷ്ഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. രാവിലെ എണീച്ച് നമ്മളുടെ വ്യക്തി ശുചിത്വം ഉറപ്പുവരുത്തുക, അത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, യോഗാഭ്യാസം ചെയ്യുക, വ്യായാമം ചെയ്യുക, ഇങ്ങനെ ധാരാളം നിത്യാനുഷ്ഠാനങ്ങളുണ്ട്. ഇതല്ലാതെ തന്നെ ഉപാസനകളും മറ്റ് നിത്യാനുഷ്ഠാന ക്രമങ്ങളുമുണ്ട്. ഈ നിത്യാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ അനുശാസനപൂർവകം കുർവന്തഃ, അച്ചടക്കത്തോടു കൂടി കുർവന്തഃ, ചെയ്യുന്നവരാകുന്ന ബാലന്മാർ. സ്വകർമ്മസു വ്യാപൃതാഹ കൃഷകാഹ. ഇനി അവർ മാത്രമാണോ? അല്ല, കൃഷകാഹ അപി സന്തി. കൃഷകാഹ കർഷകാഹ കൃഷിപ്പണി ചെയ്യുന്നവർ. ആ കൃഷിപ്പണി ചെയ്യുന്നവരോ സ്വകർമ്മസു വ്യാപൃതാഹ, സ്വന്തം പ്രവൃത്തികളിൽ അവരും വ്യാപൃതന്മാരാണ്, അവരും അതിൽ ബിസിയാണ്. സ്വോദ്യോഗാർത്ഥം ഗച്ഛന്തഃ, ഗൃഹകാര്യ നിരതാഹ മഹിളാഹ. ഗൃഹകാര്യെ നിരതാഹ, അവരവരുടെ വീട്ടുപണികളിൽ നിരതാഹ, മുഴുകിയിരിക്കുന്നവരാകുന്ന മഹിളാഹ, സ്ത്രീകൾ. സ്വോദ്യോഗാർത്ഥം ഗച്ഛന്തഃ ഇതരേ ജനാഹ, സ്വന്തം ഉദ്യോഗങ്ങൾക്കായിട്ട് പോകുന്നവരാകുന്ന മറ്റുള്ളവർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ ഓരോരുത്തരും ബിസിയാണ്. അവരവരുടെ ഡ്യൂട്ടീസിൽ അവർ വളരെ കറക്റ്റായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ആ സംസ്കൃത ഗ്രാമത്തിലുള്ളത്. അപ്പോൾ തുംഗഭദ്രയുടെ ലാളനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രാമം. പ്രാചീന സംസ്കൃതിയെ ഓർമ്മിപ്പിക്കുന്ന വേദമന്ത്രധ്വനികൾ, സൂര്യോദയത്തിന് മുമ്പ് തന്നെ കാര്യങ്ങളിൽ തിരക്ക് പിടിച്ചിരിക്കുന്ന വീടുകൾ, അച്ചടക്കത്തോടുകൂടി അവരവരുടെ നിത്യാനുഷ്ഠാനങ്ങളെ അനുഷ്ഠിക്കുന്ന കുഞ്ഞുകുട്ടികൾ, സ്വന്തം കർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന കർഷകന്മാർ, വീട്ടുപണികളിൽ മുഴുകിയിരിക്കുന്ന അമ്മമാർ. സ്വോദ്യോഗാർത്ഥം ഗച്ഛന്തഃ ഇതരേ ജനാഹ, സ്വന്തം ഉദ്യോഗത്തിനായിട്ട് സഞ്ചരിക്കുന്നവരാകുന്ന മറ്റു ജനങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഗ്രാമത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസം അല്ലേ? അപ്പോൾ ഏതാണ് ഈ ഗ്രാമം? ആ ഗ്രാമത്തെപ്പറ്റി മാത്രം ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം. സുന്ദരേ അസ്മിൻ ഗ്രാമേ സർവേഷാം പരസ്പര യോജനായ വർത്തത്തെ കിമപി സൂത്രം. സുന്ദരേ അസ്മിൻ ഗ്രാമേ, അയം ഗ്രാമഃ ബഹു സുന്ദരഃ അസ്തി ഖലു തസ്മിൻ ഗ്രാമേ സർവേഷാം പരസ്പര യോജനായ, സർവേ ഭിന്ന ഭിന്നാഹ ഖലു, ഓരോ മനുഷ്യന്മാരും വേറെ വേറെ അല്ലേ, അവരെല്ലാവരെയും കൂട്ടിച്ചേർക്കുന്നതിനായിട്ട്, പരസ്പരം യോജിപ്പിക്കുന്നതിനായിട്ട് വർത്തത്തെ കിമപി സൂത്രം വർത്തത്തെ. നമ്മൾ ഒരു മുത്തുമാലയിൽ ധാരാളം മുത്തുകളുണ്ടാവും അല്ലേ? ഈ മുത്തുകളെ മുഴുവൻ എന്താണ് യോജിപ്പിക്കുക? ഒരു നൂലാണ് യോജിപ്പിക്കുക. അതുപോലെ ഭിന്ന ഭിന്നമായിരിക്കുന്ന മനുഷ്യന്മാരെ മുഴുവൻ യോജിപ്പിക്കുന്നതിനായിട്ട് ഒരു സൂത്രം, ഒരു നൂൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് ആ സൂത്രം? സംസ്കൃതം. തദേവ തത് സൂത്രം. ആ സംസ്കൃത ഭാഷ കൊണ്ടാണ് അവരെല്ലാവരും ഒരുമിക്കപ്പെട്ടിരിക്കുന്നത്. അനവരതം സംസ്കൃതേന സംഭാഷണം കുർവതാം ജനാനാം ഗ്രാമഃ അയം. അനവരതം പ്രവഹത്യനവരതം, ഇടതടവില്ലാതെ സംസ്കൃതേന, സംസ്കൃത ഭാഷയാ സംഭാഷണം കുർവതാം, ഭാഷണം കുർവതാം, വ്യവഹാരം കുർവതാം, സംസ്കൃത ഭാഷയിലൂടെ പരസ്പരം സംസാരിക്കുന്നവരുടെ ജനാനാം, അങ്ങനെ സംസാരിക്കുന്ന ജനങ്ങളുടെ ഗ്രാമോയം അയം ഗ്രാമഃ തേഷാം ഗ്രാമഃ അസ്തി. അങ്ങനെ അനവരതം സംസ്കൃത ഭാഷയിൽ വ്യവഹരിക്കുന്നവരുടെ ഗ്രാമമാണ് ഈ ഗ്രാമം. ഏതാണ് ഗ്രാമം? അയമേവ ബഹുചർച്ചിതഃ മത്തൂരു സംസ്കൃത ഗ്രാമഃ. അയമേവ, ഇത് തന്നെയാണ് ബഹുചർച്ചിതഃ, ഒരുപാട് പേര് ചർച്ച ചെയ്തിരിക്കുന്ന മത്തൂരു സംസ്കൃത ഗ്രാമം. മത്തൂർ എന്നു പേരുള്ള സംസ്കൃത ഗ്രാമം. അപ്പോൾ കർണാടക രാജ്യത്തിലെ മത്തൂർ എന്നു പേരുള്ളൊരു സംസ്കൃത ഗ്രാമത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിച്ചു തുടങ്ങിയത് അല്ലേ? ഈ ഗ്രാമത്തിൽ പലതരത്തിലുള്ള ജനങ്ങളുണ്ട് എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി. ആ ജനങ്ങളെ മുഴുവൻ ഒറ്റ നൂലിൽ കെട്ടിയ മുത്തുമാല പോലെ സുന്ദരമാക്കി വെക്കുന്നത് എന്താണ്? സംസ്കൃത ഭാഷയാണ്. അവിടെയുള്ള ജനങ്ങൾ അനവരതം സംസ്കൃത ഭാഷയാ വ്യവഹരന്തി, തുടർച്ചയായി ഒരു ഇടതടവുമില്ലാതെ സാധാരണ അവർ സംസാരിക്കുന്ന ഭാഷ പോലെ തന്നെ സംസ്കൃത ഭാഷയിലും സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള ധാരാളം പേര് ഇന്നും ലോകത്തുണ്ട് കേട്ടോ, സംശയിക്കേണ്ട. സംസ്കൃത ഭാഷയിൽ സംസാരിക്കാൻ പറ്റില്ലെന്നൊന്നും വിചാരിക്കുകയേ വേണ്ട. ഞാൻ പഠിച്ച കോളേജിൽ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും ഞങ്ങൾ സംസാരിച്ചിരുന്നത് സംസ്കൃത ഭാഷയിൽ മാത്രമായിരുന്നു. ഞങ്ങളുടെ കളിചിരികളും തമാശകളും ഒക്കെ സംസ്കൃത ഭാഷയിൽ മാത്രമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊക്കെ സംസ്കൃതം ഇഷ്ടപ്പെട്ട് പഠിക്കുന്നവരല്ലേ, സംസ്കൃതത്തിന് വേണ്ടി തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ മത്തൂരു സംസ്കൃത ഗ്രാമത്തിൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുന്നിടത്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ സസ്പെൻസ് നഷ്ടമാവും. നമ്മൾ സീരിയൽ പോലെ വേണ്ട ക്ലാസ് എടുക്കാൻ, എന്നാലേ അടുത്ത ക്ലാസ്സിൽ സസ്പെൻസ് ഉണ്ടാവൂ. അപ്പോൾ നമുക്ക് മത്തൂരു സംസ്കൃത ഗ്രാമത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് നമുക്കൊരു കുഞ്ഞു പ്രവർത്തനം ചെയ്താലോ? ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ആ
മത്തൂർ ഗ്രാമത്തെ പറ്റി വളരെ മനോഹരമായിട്ട് കുറച്ച് ചെറിയ വരികളിലൂടെ വ്യാഖ്യാനിച്ചത് കണ്ടല്ലോ. തുംഗഭദ്രയുടെ ലാളനം കൊണ്ട്, അതുപോലെ സൂര്യോദയത്തിന് മുമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തെ ഒന്ന് വർണ്ണിക്കാൻ പറ്റുമോ? അതിലുള്ള വാക്കുകൾ തന്നെ ഉപയോഗിച്ചോളൂ. എങ്കിലും ആ വാക്കുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തെ ഒന്ന് വിവരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. മമ ഗ്രാമ എന്ന് എഴുതിയിട്ട് ആ നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ വർണ്ണന കൂടി ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും ബാക്കി ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും രാം രാം.